ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചെയർപേരിയ കൺവെൻഷൻ നടന്നു. അവണിശ്ശേരി സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു കൺവെൻഷൻ. AKTA ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയ് കൃഷ്ണൻ കപ്പ്യാരത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഒന്നോ രണ്ടോ യൂണിറ്റുകൾക്ക് മാത്രമാണ് മെമ്പർഷിപ്പിന്റെ പ്രവർത്തനത്തിൽ വലിയ തോതിൽ പ്രവർത്തിക്കാൻ സാധിച്ചില്ല. ബാക്കിയുള്ളതൊന്നും വലിയ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും പഴയ മെമ്പർഷിപ്പിനെ നിലനിർത്താൻ കുറച്ച് ചെയർപേരിയക്ക് സാധിച്ചിട്ടുണ്ട്. മെമ്പർഷിപ്പിന്റെ കാര്യം പറഞ്ഞ് നമ്മൾ അറിയേണ്ടത് മെമ്പർഷിപ്പിനെ ഉയർത്തിക്കൊണ്ടുപോകാനാണ് നമ്മൾ ഓരോരുത്തരും അശ്രാന്തം പരിശ്രമിക്കേണ്ടതുണ്ട്. കാരണം മെമ്പർഷിപ്പ് ഇല്ലാതെ ഒന്നും മുന്നോട്ട് പോകില്ല. കാരണം ഇന്ന് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടായി. കാരണം ക്ഷേമനിധിയിൽ നിന്ന് കിട്ടുന്ന റിട്ടയർമെന്റ് ആനുകൂല്യത്തിൽ പോലും വലിയ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കി അതിന്റെ ഭാഗമായി തന്നെ വലിയൊരു പ്രക്ഷോഭ സമരത്തിന് വരെ നമ്മൾ തയ്യാറാകുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. പലപ്പോഴും ഇത്തരം സമരങ്ങളിൽ കൂടെ മാത്രമാണ് നമ്മൾ പല ആനുകൂല്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമര പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തി സമരത്തെ അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ സർക്കാരുകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. അത്തരത്തിൽ റിട്ടയർമെന്റ് ആനുകൂല്യത്തിലെ പോരായ്മ പരിഹരിച്ചുകൊണ്ട് അത് നടത്തി തരുന്നതിന് ഒപ്പുവെക്കുന്ന ഒരവസ്ഥയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏത് രാഷ്ട്രീയ പാർട്ടികളെയും ഒരേപോലെ വിമർശിക്കാൻ AKT എന്ന പ്രസ്ഥാനത്തിന് മാത്രമേ സാധിക്കൂ. ഏരിയ പ്രസിഡന്റ് KS ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പാറളം, ചേർപ്പ്, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ഡാലി ബിനോയ്, റോസ്മേരി അബേഷ്, റിൻസി ഷാബു, ജയശ്രീ ഷാജൻ, സരോജിനി സുധാകരൻ, അസോസിയേഷൻ ചെയർപേരിയയിലെ മികച്ച യൂണിറ്റായ അവണിശ്ശേരി യൂണിറ്റിന്റെ സെക്രട്ടറി TB രമേശ് എന്നിവർക്കാണ് ആദരം നൽകിയത്. ഏരിയ സെക്രട്ടറി TA ജോസഫ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PS സുകന്യ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ജയശ്രീ, AV സുരേന്ദ്രൻ, TK അനിത, സുസ്മിത വരദൻ, ഷൈനി സുബ്രഹ്മണ്യൻ, ശോഭ സന്തോഷ് എന്നിവർ സംസാരിച്ചു.